23-ാം തീയതി വൈകിട്ടും കരോളൊന്നും വരാതെയായപ്പോൾ ജോയും മിന്നും കൂടിയിട്ട് ഒരു കരോൾ നടത്തണം വീട്ടിൽ. ഈ വാരി എറിയണത് മിഠായിയാണ് കേട്ടോ. സ്കൂളിൽ പിള്ളേർ ഇങ്ങനെ സാൻഡയുടെ വേഷം കെട്ടിയിട്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാൻഡ ഇങ്ങനെ മിഠായി വാരി എറിയാന്ന് പറഞ്ഞിട്ട് മിഠായി ഇങ്ങനെ വാരി എറിയുന്നതും ഡാൻസ് കളിക്കുന്നതാണ് ഈ കാണുന്നത്. കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ ഈ. അങ്ങനെ കാത്തിരുന്നിട്ട് നമ്മുടെ വീട്ടിലും സാൻഡ അപ്പൂപ്പന്മാരെത്തി. കയ്യോടെ കൂട്ടി പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ പോലെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ കയ്യോടെ കൂടി നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കരോളിൻ്റെ പാട്ട് ഉണ്ണി പിറന്നതും ഈശോ വന്നതും അല്ല. ഇപ്പോഴത്തെ പാട്ട് കുലസ്ത്രീയും അതേമാതിരി എന്താ പറയുക, പുതിയ മോഡേൺ പാട്ടുകളൊക്കെയാണ് ഞാൻ ഈ വട്ടം കേട്ടത്. അപ്പോൾ എന്തായാലും സാൻഡ വന്നപ്പോൾ പിള്ളേർക്ക് നല്ല സന്തോഷമായി. നല്ല ഉഷാറുള്ള ടീമുകളായിരുന്നു കേട്ടോ പിന്നെ സാൻഡയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഡാൻസും നല്ല രസമായിരുന്നു. അങ്ങനെ ജോകൂട്ടനും ഇങ്ങനെ സാൻഡയുടെ വേഷം കിട്ടി നിൽക്കണ കാരണം അപ്പുറത്തെ വീട്ടിലേക്ക് സാൻഡകൾ പോയപ്പോൾ ഇവരും പിന്നാലെ പോയി. അങ്ങനെ 3-4 വീട് ജോയും സാൻഡയുടെ കൂടെ പോയി. സാൻഡയുടെയൊക്കെ കൂടെ പോയി വന്നപ്പോഴേക്കും പപ്പ വന്നിട്ടുണ്ടായിരുന്നു. 23-ാം തീയതി ഇട്ടും നമ്മുടെ പുൽക്കൂട് ഇതുവരെ അങ്ങോട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പപ്പയുടെ കുറേ തിരക്കുകൾ കാരണം പിന്നെ പുൽക്കൂടിനെ ജോക്കുട്ടനെടുത്ത് ഉമ്മാർത്ത് വെച്ചു എന്നല്ലാതെ ലൈറ്റും കാര്യങ്ങളൊന്നും സെറ്റാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ഇരുന്നവർ പുൽക്കൂട്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പുറത്തേക്ക് വെച്ചു. ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു ഡെക്കറേഷൻ മാത്രം നമ്മൾ ഈ വട്ടം ചെയ്തത്. പിന്നെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 കൊല്ലമായിട്ട് ഇപ്പോൾ പുൽക്കൂടി ഇരിക്കണത് നമ്മുടെ ഗേറ്റിൻ്റെ മേലെ. വീട്ടിലെ കുട്ടികൾ ഓരോ വർഷം ഓരോ കുട്ടികൾ വരുന്നത് കാരണം കുട്ടികളിൽ ആ രൂപങ്ങളെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് തലയും വാലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോഴും ഒരു 3-4 കൊല്ലമായിട്ട് നമ്മുടെ പുൽക്കൂടി ഇരിക്കുക നമ്മുടെ ഗേറ്റിൻ്റെ ആ ഒരു മേലെ ഭാഗത്താണ് ഇത് വെക്കാറുള്ളത്. ഞങ്ങളൊരു ചെറിയൊരു ഡെക്കറേഷനും പരിപാടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും പിന്നെ ജോൻ്റെ സങ്കടം തീർക്കാം എന്നോണം വീണ്ടും ഒരു കരോൾ സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ കരോൾ സംഘത്തിൻ്റെ പാട്ട് അപ്പുറത്തുനിന്ന് കേൾക്കുമ്പോഴേക്കും കുട്ടി ഇവിടെ സാൻഡയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ചെറിയൊരു വിഷയം.